ഹെൽത്ത് ടിപ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുവാൻ പോകുന്നത് പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ കാണപ്പെടുന്ന വെരിക്കോസ് വെയിൻ എന്ന ശാരീരിക അവസ്ഥയും അവയ്ക്കുള്ള കാരണങ്ങളും ചില പരിഹാര മാർഗങ്ങളുമാണ്. സാധാരണയായി എല്ലാ സ്ത്രീകളും വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് താൻ ഗർഭവതിയാണ് എന്ന സത്യം മനസ്സിലാക്കുന്നത്. എന്നാൽ ഗർഭകാലത്തിലുണ്ടാകുന്ന ചില ശാരീരിക പ്രശ്നങ്ങളും വ്യത്യാസങ്ങളും അവരെ ശാരീരികമായും മാനസികമായും ഏറെ തളർത്തുന്നു. അതിൽ പ്രധാനിയാണ് വെരിക്കോസ് വെയിൻ. സാധാരണയായി ഗർഭവതിയായി 20 മുതൽ 24 ആഴ്ചകൾക്ക് ശേഷമാണ് വെരിക്കോസ് വെയിൻ പ്രത്യക്ഷമാകുന്നത്. കാൽപാദങ്ങളിലാണ് അധികമായി കാണപ്പെടുന്നതെങ്കിലും അരയ്ക്ക് കീഴ്പോട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും ഇത് കാണപ്പെടാം. ഇതോടൊപ്പം തന്നെ ചൊറിച്ചിൽ, പുകച്ചിൽ അല്ലെങ്കിൽ ബേണിംഗ് സെൻസേഷൻ, കാലുകൾക്ക് ഭാരം തോന്നുക എന്നിവയും ഉണ്ടാകാം. ഗർഭാവസ്ഥയിൽ അമ്മയിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബ്ലഡും അതുപോലെ ഗർഭാവസ്ഥയിൽ സ്ത്രീ ശരീരം അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊജസ്ട്രോണും ഇതിന് കാരണമാണ്. അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊജസ്ട്രോൺ മൂലം ബ്ലഡ് വെസൽസ് സോഫ്റ്റ് ആവുകയും രക്തം പൂർണ്ണമായി ഹൃദയത്തിലേക്ക് തിരികെ പോകാതെ സിരകളിൽ തന്നെ നിൽക്കുവാനും ഇടയാക്കുന്നു. നമ്മളിൽ മിക്കവർക്കും അറിയാം, ആർട്ടറീസ് അഥവാ ധമനികളാണ് ഹൃദയത്തിൽ നിന്ന് ശുദ്ധരക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നത്. അതുപോലെ വെയിൻസ് അഥവാ സിരകളാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിച്ച് ഹൃദയത്തിൽ തിരികെ എത്തിക്കുകയും അങ്ങനെ ഹൃദയം രക്തം സ്വീകരിച്ച് ഈ പ്രക്രിയ തുടരുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയിൽ നമ്മുടെ കാലിൽ നിന്നും രക്തം മടക്കിക്കൊണ്ടു പോകുന്ന വെയിൻസ് ഗുരുത്വാകർഷണത്തിന് എതിരായാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ കാലിലെ മസിലുകളും സിരകളുടെ ഇലാസ്റ്റിക് കഴിവുമാണ് ഇത് സാധ്യമാക്കുന്നത്. സിരകളിലുള്ള ചെറിയ വാൽവുകൾ നോൺ റിട്ടേൺ വാൽവ്സായി പ്രവർത്തിക്കുകയും രക്തത്തിൻ്റെ ഒഴുക്ക് ഹൃദയത്തിലേക്ക് മാത്രമാക്കുവാനും രക്തം തിരികെ സിരകളിലേക്ക് വരുന്നത് തടയുകയും ചെയ്യുന്നു. ഗർഭാവസ്ഥയിൽ ശരീരത്തിൽ ബ്ലഡിൻ്റെ അളവിലുള്ള വർധനവും ചില ഹോർമോൺ വ്യത്യാസങ്ങളും ഈ പ്രക്രിയയെ ചെറിയ അളവിനെങ്കിലും തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഗർഭാവസ്ഥയിൽ 95% സ്ത്രീകളിലും ഈ പ്രശ്നം കാണപ്പെടുന്നത്. ചുരുക്കം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ അവസ്ഥയെ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ സാധിക്കും. അത് എന്തെല്ലാമാണെന്ന് നോക്കാം. വെരിക്കോസ് വെയിൻ നിയന്ത്രിക്കുവാനുള്ള ഏക മാർഗം രക്തത്തിൻ്റെ സർക്കുലേഷൻ കൂട്ടി രക്തം ഹൃദയത്തിലേക്ക് തിരികെ പോകാതെ വെയിൻസിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിനായി തുടർച്ചയായി ഒരേ പൊസിഷനിൽ ഏറെ നേരം നിൽക്കുന്നതും ഇരിക്കുന്നതും ഒഴിവാക്കുക. ഇടയ്ക്കിടയ്ക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യുവാൻ ശ്രമിക്കുക. അതുപോലെ ഹൈ ഹീൽ ചെരുപ്പുകൾ ഒഴിവാക്കുക. ഇതുമൂലം കാലിലെ മസിലുകൾ ശക്തിപ്പെടുത്തുവാനും ബ്ലഡ് സർക്കുലേഷൻ വേഗത്തിലാക്കുവാനും സഹായിക്കും. അതുപോലെ ഗർഭാവസ്ഥയിൽ ചെയ്യുന്ന എക്സസൈസുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യും. അതോടൊപ്പം ഗർഭാവസ്ഥയിൽ അമിതമായി ഇറുകി പിടിച്ച ജീൻസും ലെഗിൻസും പോലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക. ഇതും ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കുവാൻ ഒരു കാരണമാണ്. അതുപോലെ ഇരിക്കുമ്പോഴും മറ്റും കാലുകൾ പിരിച്ചു വച്ചിരിക്കുന്ന ശീലം ഒഴിവാക്കുക. അതുപോലെ കഴിയുമെങ്കിൽ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും കാലുകൾ അല്പം ഉയർത്തി വയ്ക്കുവാൻ ശ്രമിക്കുക. ഇതിനായി പില്ലോയോ സ്റ്റൂളോ ഉപയോഗിക്കാവുന്നതാണ്. ഇതുമൂലം കാലിൽ നിന്നും രക്തം എളുപ്പത്തിൽ ഹൃദയത്തിലേക്ക് തിരികെ പോകുവാൻ ഇടയാക്കും. അതുപോലെ തന്നെ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുവാൻ കഴിവതും ശ്രമിക്കുക. ഉയർന്ന അളവിലുള്ള ഉപ്പ് വെയിൻ സ്വെല്ലിങ്ങിന് കാരണമാകും. അതുപോലെ ഗർഭിണികൾ കിടക്കുമ്പോൾ ഇടതുവശം ചെരിഞ്ഞു കിടക്കുന്നതാണ് നല്ലത്. ഇതുമൂലം ശരീരത്തിൻ്റെ വലതുഭാഗത്തുള്ള രക്തം തിരികെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട വെയിനിൻ്റെ പ്രഷർ കുറയ്ക്കുവാനും അതുവഴി ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുവാനും സഹായിക്കുന്നു. അതുപോലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കംപ്രഷൻ സ്റ്റോക്കിങ്സും ഉപയോഗിക്കാവുന്നതാണ്. ഇതും വളരെയധികം ഗുണം ചെയ്യും. അമിതഭാരവും കാലുകളിൽ അമിതമായ മർദ്ദം നൽകും. അതുകൊണ്ട് തന്നെ ഭാരം നിയന്ത്രിക്കുവാൻ ശ്രമിക്കണം. അതുപോലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡെയിലി വിറ്റാമിൻ ടാബ്ലറ്റ്സ് എടുക്കുവാൻ ശ്രമിക്കണം. വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയ പഴങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇതുമൂലം ശരീരത്തിന് ബ്ലഡ് വെസൽസിൻ്റെ റിപ്പയറിങ്ങിന് ആവശ്യമായ കൊളാജൻ, എലാസ്റ്റിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യകരമായ ഭക്ഷണശീലത്തിലൂടെ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിനും ശ്രദ്ധിക്കണം. സാധാരണയായി പ്രസവം കഴിഞ്ഞ് 3 മുതൽ 12 വരെ മാസങ്ങൾക്കുള്ളിൽ മറ്റു ചികിത്സകൾ ഒന്നും തന്നെ ചെയ്യാതെ ഈ പ്രശ്നം 60% സ്ത്രീകളിലും പരിഹരിക്കപ്പെടാറുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത്.
കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.